ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സന്ദീപിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, നിനക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ വെക്കാൻ പോവുകയാണ്. ആ സമയം നിന്റെയും ആതിരയുടെയും വിവാഹം അനൗൺസ് ചെയ്യുമെന്നാ സച്ചിയേട്ടൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സന്ദീപിന് സന്തോഷമാവുകയാണ്. ഈ വാർത്ത ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചത് ആതിരയായിരുന്നു. പക്ഷേ അവളെ ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? ഏട്ടത്തി, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അവളെ ഒന്ന് വിളിച്ചു തരാമോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആതിര കമലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അമ്മേ, ആതിരയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയുമ്പോൾ കമല ആതിരയ്ക്ക് ഫോൺ കൊടുക്കുന്നു. തുടർന്ന് അർച്ചന സന്ദീപിന് ഫോൺ കൈമാറുകയാണ്. അങ്ങനെ ആ സന്തോഷ വാർത്ത സന്ദീപ് ആതിരയോട് പറയുമ്പോൾ ആതിരയ്ക്ക് സന്തോഷമാവുകയാണ്. ശരി, എങ്കിൽ ഗെറ്റ് ടുഗദറിന് കാണാമെന്ന് പറഞ്ഞ് സന്ദീപ് കോള് കട്ട് ചെയ്യുമ്പോൾ കമല ചോദിക്കുകയാണ്, എന്താ എന്താ ചേച്ചി പറഞ്ഞത്? അത് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അതെന്ന് കമല ചോദിക്കുമ്പോൾ അതൊക്കെ അമ്മ വൈകാതെ തന്നെ അറിഞ്ഞോളുമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആതിര അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സച്ചിയോട് പറയുകയാണ്, ഞാൻ സന്ദീപിനോട് പറഞ്ഞു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുന്നത് അവന്റെ കല്യാണക്കാര്യം പറയാൻ വേണ്ടിയാണെന്ന്. അതിപ്പോഴേ പറയണ്ടായിരുന്നെന്ന് സച്ചി പറയുമ്പോൾ അവര് പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ, കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്ന് അർച്ചന പറയുന്നു. അത് താനൊരു കാര്യം പറഞ്ഞത് ശരി തന്നെയാ. താൻ കഴിഞ്ഞ ദിവസം തൻ്റെ ഒരു വലിയ പ്രാർത്ഥനയെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നില്ലേ, എന്താ അതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അർച്ചന മാറിക്കിടക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതു സച്ചിയോട് പറയുകയാണ്, സച്ചി, ഗെറ്റ് ടുഗദർ നാളെ രാത്രി വയ്ക്കാനാ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതച്ചാ, നാളെ എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, ആരെയും നീ വീട്ടിൽ പോയി വിളിക്കേണ്ട. എല്ലാവരോടും ഫോണിൽ പറഞ്ഞാൽ മതി, വരുന്നവർ വരട്ടെ. എന്താണെങ്കിലും നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കണ്ട. അങ്ങനെ സച്ചി മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് സാരികള് എടുത്തു നോക്കുന്ന അർച്ചനയാണ്. ഇതെന്താ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അച്ചു പറയുകയാണ്, അത് പിന്നെ ഗെറ്റ് ടുഗദറിന് ഏത് സാരി ഉടുക്കണമെന്ന് നോക്കുകയായിരുന്നു. ഇപ്പോഴേ നോക്കി വെച്ചാൽ അപ്പോ എളുപ്പമാകുമല്ലോ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എങ്കിൽ കേട്ടോ, നാളെ രാത്രിയാണ് ഗെറ്റ് ടുഗദർ. നാളെ രാത്രിയോ? അയ്യോ, എങ്കിൽ വീട്ടിൽ വിളിച്ച് പറയണല്ലോ. എടോ, ഫോൺ വിളിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി പറഞ്ഞിട്ട് വരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നാളെ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, തനിക്ക് അവന്തികേട്ടത്തെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ആണല്ലോ. താൻ ചെക്കൻ വീട്ടുകാരുടെ പക്ഷത്താണോ അതോ പെൺ വീട്ടുകാരുടെയോ? അതിനെന്താ സംശയം, പെൺ വീട്ടുകാരുടെ തന്നെ. ചെക്കൻ്റെ വീട്ടുകാരായിട്ട് നിങ്ങൾ കുറെ പേരുണ്ടല്ലോ, പെണ്ണിന്റെ വീട്ടുകാരല്ലേ കുറവ്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, നന്ദേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു കാരണവരുടെ മേൽനോട്ടം ഉണ്ടായേനെ. ശരിക്കും പറഞ്ഞാ ഇത് നടന്നു കഴിയുമ്പോൾ ഏട്ടത്തിക്ക് വലിയ സന്തോഷമാകും. നന്ദേട്ടന്റെയും ഏട്ടത്തിന്റെയും ജീവിതം പാതി വഴിയിൽ അവസാനിച്ചു പോയി. എന്റേതും ഇങ്ങനെയായി പോയി. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ സന്ദീപിലാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് അച്ചു പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, അനഘയെക്കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ചെറിയ കുറുമ്പുകളൊക്കെയുണ്ട്, അതൊഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സന്ദീപും അനഘയും കൂടി ഇനി ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. സച്ചിയേട്ടൻ എന്താ പറഞ്ഞതെന്ന് അച്ചു ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യമല്ലേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്? അതേ എന്ന് സച്ചി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ ബെഡിലേക്ക് ഇരിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അവന്തിക ചെന്ന അനഘയോട് വിവാഹം ഉറപ്പിച്ച കാര്യം പറയുന്നതാണ്. നാളെ ഗെറ്റ് ടുഗദറിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഈ വീടും സ്വത്തുക്കളുമെല്ലാം നമ്മുടെയാണെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട ചേച്ചി. അന്നും ഇന്നും എനിക്ക് ആഗ്രഹം സന്ദീപിനെ മാത്രമാണ്. എനിക്ക് സന്ദീപിനെ മാത്രം മതി. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, നന്ദേട്ടൻ്റെ ഒരു ഷെയർ എനിക്ക്, സന്ദീപിൻ്റെ ഷെയർ നിനക്ക്, പിന്നെ സ്നേഹയ്ക്ക് ഒരു 10%, പിന്നെ സേതുമാധവന്റെ കാലശേഷം അതും നമുക്ക്. ഇത് കേൾക്കുന്ന അനഘ ചോദിക്കുകയാണ്, ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാകുന്നത്? ചേച്ചിക്ക് എന്താ ആരോടും ഒരു ആത്മാർത്ഥതയുമില്ലേ? ആത്മാർത്ഥതയോ? അതും ഈ വീട്ടുകാരോട്? ഇതിയൊന്നും ഒരാവശ്യവുമില്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം നമുക്കും കൂടി അവകാശപ്പെട്ടതാ. സമയവും സന്ദർഭവും വരുമ്പോൾ ഞാൻ നിനക്ക് അതൊക്കെ പറഞ്ഞു തരാം. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. സേതുമാധവൻ വിളിച്ച് ഗെറ്റ് ടുഗദറിന്റെ കാര്യമൊക്കെ കമലയോട് പറയുകയാണ്. ഞങ്ങൾ എന്താണെങ്കിലും വരാം സേതുവേട്ട എന്ന് പറഞ്ഞ് കമല ഫോൺ വെക്കുന്നു. നമുക്ക് അവന്തികയോട് ആതിരയുടെയും സന്ദീപിന്റെയും കാര്യം സൂചിപ്പിച്ചാലോ എന്ന് മാഷ് പറയുമ്പോൾ കമല പറയുകയാണ്, അതൊന്നും വേണ്ട. സന്ദീപ് അവന്റെ അച്ഛനോട് സമ്മതം ചോദിച്ചിട്ട് വരാം എന്നല്ലേ നമ്മളോട് പറഞ്ഞത്. അവൻ തന്നെ അത് ചെയ്യട്ടെ. അതേസമയം അനൂപ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അനൂപിനോട് ഈ കാര്യം പറയാൻ വേണ്ടി ഭയപ്പെട്ട് നിൽക്കുകയാണ് കമല. തുടർന്ന് മാഷ് പറയുകയാണ്, നീ പറയണ്ട, ഞാൻ പറയാം. നാളെ നെല്ലിശ്ശേരിയിൽ വെച്ചൊരു കുടുംബ സംഗമമുണ്ട്. സേതു കുടുംബസമേതം ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഞാനും
ആതിരയും എന്താണെങ്കിലും വരുന്നില്ല. നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. ഇത് കേൾക്കുന്ന മാഷ് ദേഷ്യത്തോടെ പറയുകയാണ്. അങ്ങനെ നിങ്ങളില്ലാതെ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ പോകുമ്പോൾ എന്താണെങ്കിലും ആതിരയെ കൊണ്ടുപോകും. ശരി, കൊണ്ടുപോ. എന്നിട്ട് അവനും അവൾക്കും കൂടി അച്ഛനും അമ്മയും കൂടി സൗകര്യം ഒരുക്കി കൊടുക്ക്. ഇത് കേൾക്കുന്ന മാഷ് അനൂപിന്റെ മുഖം മടക്കി ഒന്ന് കൊടുക്കുകയാണ്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നിനക്ക് ഓർമ്മ വേണം. ഞങ്ങൾ എന്താണെങ്കിലും സംഗമത്തിന് പോവുക തന്നെ ചെയ്യും. നീ വേണമെങ്കിൽ വന്നാൽ മതി. ഞങ്ങൾ പോകുമ്പോൾ ആതിരയും ഉണ്ടാകുമെന്ന് മാഷ് പറയുമ്പോൾ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആതിര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.